നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നിലക്കടല കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ മസാല കപ്പലണ്ടി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വറുക്കാത്ത കപ്പലണ്ടിയാണ്, അതായത് പച്ചക്കപ്പലണ്ടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതൊരു ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഗ്യാസിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ വേണം ഇതിട്ട് വറുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനോ അല്ലെങ്കിൽ കറുത്തു പോകാനോ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള 2 ഗ്ലാസ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നല്ല ക്ഷമയോടെ നിന്ന് ഈ പീനട്ട്സ് വറുത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ജോലി ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഫ്ലെയിം എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഇതൊന്ന് കളർ ചേഞ്ച് ഉണ്ടാകും, ഒരു ചെറിയ ഡാർക്ക് കളർ വരും. അതേപോലെ തന്നെ തൊലിയെല്ലാം ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് വരാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് പാകമാവും. അപ്പോൾ നിങ്ങളൊന്ന് ഒരെണ്ണം എടുത്ത് ഒന്ന് വായിലിട്ട് കടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മൂപ്പ് വേണം ഇനിയെന്ന്. അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തൊലി ഒന്ന് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു കറുത്ത നിറവും ആ കപ്പലണ്ടിക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് വെന്തിട്ടില്ല. ഇപ്പോൾ ഈ കപ്പലണ്ടിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡാർക്ക് കളർ ആയിട്ടുണ്ട്. അതേപോലെ തൊലി ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വിടണം. അപ്പോൾ കപ്പലണ്ടിയിൽ ഫുള്ള് എണ്ണ നന്നായിട്ട് പറ്റി പിടിക്കണം. എന്നാൽ മാത്രമേ നമ്മളിനി ചേർക്കുന്ന മുളക് പൊടിയും ഉപ്പും ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കത്തുള്ളൂ. അടുത്തതായിട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുന്നത് കറക്റ്റായിരിക്കും. അതേപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്. ആദ്യം കുറച്ച് ചേർത്തിട്ട് അത് കറക്റ്റാണോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. എരിവ് ഇച്ചിരി അധികം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. മിക്സ് ചെയ്ത് വിടുക. നമ്മളുടെ കപ്പലണ്ടി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലായിരുന്നു ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാനെന്ന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.